ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റാറുകളെ കുറിച്ച് പഠിക്കാനാണ്. വേൾഡ് ഓഫ് സ്റ്റാർസ്, നമ്മുടെ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെ, നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാന്ന് പറയുന്നത്. നല്ല രസകരമായിട്ട് മിന്നിത്തിളങ്ങി ഇങ്ങനെ 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 നിൽക്കുന്ന കുറെ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾക്കൊക്കെ പിന്നിലുള്ള ചില കഥകളുണ്ട്. ആ കഥകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം നക്ഷത്രങ്ങളെ കുറിച്ച്. നമ്മൾ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. എർത്തിനോട് മുട്ടി നിൽക്കുന്ന, എർത്തിനോട് അടുത്ത് നിൽക്കുന്ന ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. And as the sun sets, the other stars start twinkling one by one. നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്താ പറയാ, സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് നമുക്ക് ബാക്കി നക്ഷത്രങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആവുന്നത് അല്ലെ. ബിക്കോസ് സൂര്യൻ നമ്മുടെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അത് അസ്തമിക്കുന്നതോട് കൂടി ബാക്കി നക്ഷത്രങ്ങളുടെ ഒക്കെ തിളക്കം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. As the night grows darker, stars became countless. നമുക്ക് കാണാൻ പറ്റും. രാത്രി കൂടുന്തോറും, രാത്രി ആവും തോറും ആകാശത്ത് എണ്ണിയാൽ തീരാത്തത്ര നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെ പറയുന്നുണ്ട്, ക്രോസ് ഓഫ് സ്റ്റാർസ് മേക്ക് എ ഗാലക്സി. ഗാലക്സി മുട്ടായല്ല, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ഒരു ഗാലക്സി എന്ന് പറയുമ്പോൾ ക്രോസ് ഓഫ് സ്റ്റാർസ്, നമ്മളിങ്ങനെ നമ്മുടെ ആകാശത്ത് കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് അല്ലെ, ആ കോടിക്കണക്കിന് നക്ഷത്രം അടങ്ങുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ഒരു ഗാലക്സി എന്ന് പറയുന്നത് ഇനി ദ ഗാലക്സി വിച്ച് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം ഈസ് ദ മിൽക്കി വേ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ്, സൗരയൂഥം ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗാലക്സിയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, മിൽക്കി വേ. അപ്പൊ ഗാലക്സി മിൽക്കി ബാറൊക്കെ ഇവിടെ ഉണ്ടാവും വിചാരിക്കേണ്ട, മിൽക്കി വേ ആണ് ട്ടോ. മിൽക്കി വേ അല്ലെങ്കിൽ ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി എന്ത് പേരിൽ അറിയപ്പെടുന്നു, മിൽക്കി വേ എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആകാശഗംഗ എന്നും ഇതിന് പേരിട്ട് വിളിക്കാറുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ആകാശഗംഗ. ആകാശഗംഗ എന്ന് പറഞ്ഞാൽ എന്താണ്, സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആകാശഗംഗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്നത്. ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ എന്നാണ് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേരിട്ട് വിളിക്കുന്നത്. ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ ഇത് ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ഇതിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് മക്കളെ, ഇറ്റ് കണ്ടെയ്ൻസ് നിയർ ബൈ 10,000 ക്രോസ് സ്റ്റാർസ്. ഇതിൽ ഏകദേശം 10,000 കോടിയോളം നക്ഷത്രങ്ങൾ അടങ്ങുന്നുണ്ട്. അപ്പൊ ആകാശഗംഗയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഓൾമോസ്റ്റ് 10,000 ക്രോസ് സ്റ്റാർസ് കാണാൻ പറ്റും അല്ലെ. 10,000 കോടിയോളം നക്ഷത്രങ്ങളുള്ളതാണ് എന്ത്, ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാലക്സി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഗാലക്സിയെ കുറിച്ച്, ആകാശഗംഗയെ കുറിച്ച്, മിൽക്കി വേയെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലുള്ള വീഡിയോസ് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.